അങ്ങനെ ഒടുവിൽ CAA അഥവാ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് ഈ ഒരു CAA? എന്തുകൊണ്ടാണ് വലിയ തോതിലുള്ള വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ അതിന് നേർക്ക് വരുന്നത്? ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇത്തരമൊരു നിയമം കാരണമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് സംഭവിക്കുക? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ബാക്ക് ടു AF വേൾഡ്, അഫ്ലു ഹിയർ. ഒരു കാലത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുള്ള വിഷയങ്ങളാണ് CAAയും അതുപോലെ തന്നെ NRCയും ഒക്കെ. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കെ തന്നെ 2019 ഡിസംബർ 10 ലോക്സഭയിൽ CAA പാസ്സായിട്ടുണ്ടായിരുന്നു. 11 രാജ്യസഭയും പാസ്സാക്കി, 12 രാഷ്ട്രപതിയും ഒപ്പുവെച്ചതോടുകൂടിയിട്ട് നിയമപരമായ അംഗീകാരങ്ങളെല്ലാം തന്നെ CAAക്ക് ലഭിക്കുകയും ഒരു നിയമമായിട്ട് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം 2019 അവസാനത്തിലാണ് കോവിഡ് വലിയ തോതിൽ തന്നെ സ്പ്രെഡ് ആകാൻ ആരംഭിക്കുന്നത്. അത് കാരണമായിട്ട് പിന്നീടുള്ള വർഷങ്ങളൊക്കെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ CAAക്ക് എല്ലാ വിധത്തിലുള്ള അംഗീകാരവും ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം CAA ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിൽ വന്നിരിക്കുകയാണ്. ഇനി എന്താണ് സത്യത്തിൽ ഈ ഒരു CAA അല്ലെങ്കിൽ ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന കാര്യത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട് ഏവർക്കും മനസ്സിലാകുന്ന നിലയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, പാർസി, ബുദ്ധിസ്റ്റ് തുടങ്ങിയിട്ടുള്ള 6 വിഭാഗത്തിൽപ്പെട്ട 6 മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ 2014 ഡിസംബർ 31 മുൻപേ തന്നെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെയും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നൽകുന്ന നിലയിലാണ് ഈ നിയമത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ മുമ്പൊക്കെ തന്നെയും 10-11 വർഷം ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രം സിറ്റിസൺഷിപ്പ് നൽകുന്നതിന് മാറിയിട്ട് 6 വർഷം നിൽക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് സിറ്റിസൺഷിപ്പ് നൽകുന്ന നിലയിലേക്കൊക്കെയാണ് ഈ ഒരു നിയമം കാര്യങ്ങളൊക്കെ വിഭാവനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒക്കെ പറയുന്നത് പോലെ തന്നെ ഈ അയൽ രാജ്യങ്ങളിൽ മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ അവരെ സഹായിക്കേണ്ടതല്ലേ? അപ്പോൾ അതിനടിസ്ഥാനത്തിലൊക്കെ തന്നെയല്ലേ നമുക്ക് അവർക്ക് സിറ്റിസൺഷിപ്പ് നൽകേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞു വെക്കുമ്പോൾ എന്തെല്ലാമാണ് പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്ന നിലയിലേക്ക് ഇവിടെ മാറി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ CAAക്ക് വലിയ തോതിലുള്ള എതിർപ്പുകൾ എന്തുകൊണ്ടുണ്ടായി എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, മതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സിറ്റിസൺഷിപ്പ് നൽകുന്ന കാര്യം അവിടെ വിഭാവനം ചെയ്യുന്നതെന്ന് പറയുന്ന കാര്യമാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിം വിഭാഗമല്ലാത്ത മറ്റു വിഭാഗങ്ങളെയാണ് പ്രധാനമായിട്ടും ഈ സിറ്റിസൺഷിപ്പ് നൽകുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇത്തരത്തിലുള്ള മനുഷ്യരെ നോക്കി അവർക്ക് സിറ്റിസൺഷിപ്പ് നൽകുന്നതിനും അപ്പുറത്തേക്ക് ഈ മനുഷ്യർ വിശ്വസിക്കുന്ന ഐഡിയോളജികൾക്ക് അല്ലെങ്കിൽ അവരുടെ മതങ്ങളിലേക്ക് നോക്കി അവർക്ക് പൗരത്വം നൽകുന്ന കാര്യമായതിനാൽ തന്നെയാണ് വലിയ തോതിലുള്ള എതിർപ്പുകൾ CAA എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള ചോദ്യമുണ്ട്. മറ്റു രാജ്യങ്ങളിലൊക്കെ ഒരുപാടധികം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ അവിടെയുള്ള ന്യൂനപക്ഷരായിട്ടുള്ള ആളുകളെയാണ് ഇവിടെ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് അവിടെ പ്രശ്നം എന്ന് പറഞ്ഞ വലിയൊരു ചോദ്യം ഉയർത്തുകയാണെങ്കിൽ അതിനുള്ള മറുപടി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമാണ്. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്ന, ഏതൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കാത്ത എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന, തുല്യത എല്ലാവർക്കും ഒരുപോലെ ഉറപ്പ് വരുത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇങ്ങനെയുള്ള ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മഹാരാജ്യത്തിൽ മതത്തിനടിസ്ഥാനത്തിലുള്ള സിറ്റിസൺഷിപ്പ് നൽകുമ്പോൾ അതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറി വരുന്നത്. ഇതോട് ചേർത്തുകൊണ്ട് പറയേണ്ട 1-2 മറ്റു വിഷയങ്ങൾ കൂടെ ഉണ്ട്. മറ്റൊരു പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ അയൽ രാജ്യങ്ങളല്ലാതെ ശ്രീലങ്കയിൽ നിന്നും ഒരുപാടധികം ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറ്റം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്കൊക്കെ വലിയ തോതിലുള്ള കുടിയേറ്റങ്ങളും മറ്റൊക്കെ ഈ ശ്രീലങ്കൻ ജനത നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇത്തരം ഒരു നിയമം കൊണ്ടുവരുന്നത് കാരണമായിട്ട് വലിയ തോതിലുള്ള നേട്ടങ്ങളൊന്നുമില്ല. 11 വർഷം ഇന്ത്യയിൽ താമസിച്ച് കഴിഞ്ഞാൽ മാത്രമേ തന്നെ സിറ്റിസൺഷിപ്പ് നൽകുന്ന നിലയിലേക്കൊക്കെ തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു നിയമം നിലവിൽ വരിക വഴി അവർക്ക് യാതൊരു വിധത്തിലുള്ള നേട്ടങ്ങളും അതുകൊണ്ട് സംഭവിക്കുന്നില്ല. അതിനാലൊക്കെ തന്നെ അവരെയും ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും വ്യത്യസ്തത്തിലുള്ള കാര്യങ്ങളൊക്കെ CAAക്കെതിരായിട്ട് ആ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ CAA വലിയ തോതിൽ എതിർത്തിട്ടുണ്ടായിരുന്ന മറ്റൊരു വിഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള ഈസ്റ്റ് സൈഡിലുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാൾ, ആസാം പോലുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ വലിയ തോതിൽ തന്നെ CAA എതിർത്തുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്
ബംഗ്ലാദേശിൽ നിന്നും മറ്റൊക്കെ ഒരുപാടധികം ആളുകൾ ഈ പ്രദേശങ്ങളിലേക്ക് കുടിയേറി താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ആളുകൾക്കൊക്കെ തന്നെയും സിറ്റിസൺഷിപ്പ് നൽകുന്ന അവസരത്തിൽ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തുകാരായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നുണ്ട്. ജോലിയുടെ കാര്യത്തിലാണെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള നേട്ടങ്ങളും ഇത്തരം ഒരു കാര്യം സംഭവിക്കുക വഴി അവിടെ ഇല്ലാതാകുന്നുണ്ട്. അതിനാലൊക്കെ തന്നെയാണ് വലിയ തോതിൽ ഈ മേഖലകളിലുള്ള ആളുകളും CAA എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് CAAയും NRCയും ഒരുമിച്ച് വരുമ്പോഴുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ്. ഈ NRC എന്ന് പറയുന്നത് നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ രാജ്യക്കാരാണ് എന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ ഇന്ത്യക്കാരാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം തെളിയിക്കേണ്ടത്. അപ്പോൾ അതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണുള്ളതെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ 1971 മാർച്ച് 27 മുമ്പ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ള ആളുകളാണ് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മളവിടെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ മുൻഗാമികളുടെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളുടെയൊക്കെ ഡാറ്റകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കൊക്കെ ഇത് തെളിയിക്കാനായിട്ട് സാധിച്ചെന്നിരിക്കും. പക്ഷേ എഴുത്തും വായനയൊന്നും അറിയാത്ത, കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ്സ് ഒന്നും സൂക്ഷിക്കാത്ത വലിയൊരു ജനവിഭാഗം നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനൊരു കാര്യം പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം തീർച്ചയായിട്ടും നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള നടപ്പിൽ വരുത്താൻ പോകുന്ന ഈ ഒരു CAA വീണ്ടും കടന്നു വരുന്നത്, പ്രസക്തമാകുന്നത്. ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വ്യത്യസ്ത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട, സിമ്പിളായിട്ട് മുസ്ലിം വിഭാഗമല്ലാത്ത മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെയും 6 വർഷം അവർ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട് എന്ന കാര്യം തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ തന്നെയും സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. അവിടെയും ഈ പറഞ്ഞ മുസ്ലിം വിഭാഗത്തിന് 11 വർഷം ഇന്ത്യക്കകത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് തെളിയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ സിറ്റിസൺഷിപ്പ് മറ്റൊക്കെ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും നിലവിൽ ഏതാനും വിഭാഗത്തെ മാത്രമാണ് CAA മാത്രം നിലവിൽ വരുമ്പോൾ ബാധിക്കുമെങ്കിൽ ഈ ഒരു NRC കൂടെ വരുന്നതോട് കൂടിയിട്ട് ഒരുപാടധികം വരുന്ന ജനങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ അവർക്കൊക്കെ തന്നെ സിറ്റിസൺഷിപ്പിനെ ബാധിക്കുന്ന നിലയിലേക്ക് തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ മാറി വരുന്നതായിരിക്കും. അതിനാലൊക്കെ തന്നെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. അവിടെയൊക്കെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മനുഷ്യരെ നോക്കി, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പൗരന്മാരെ നോക്കി കാര്യങ്ങൾ വിലയിരുത്തി പൗരത്വം നൽകുന്നതിനും അപ്പുറത്തേക്ക് മതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് ഉണ്ടാകുമ്പോഴാണ് അത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അവിടെയും എത്തിച്ചേരുന്നത്. നിലവിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ രാജ്യവ്യാപകമായിട്ട് NRC നടപ്പിൽ വരുത്തുമെന്ന് കേന്ദ്ര സർക്കാർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ നടപ്പിൽ വരുത്തിയിട്ടില്ല. ഇപ്പോൾ CAA മാത്രമാണ് നിലവിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അത് മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവരുടെ പ്രകടന പത്രിക അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ വാഗ്ദാനമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കാര്യമാണത്. ഇപ്പോൾ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഏതാനും നാളുകൾക്ക് മുമ്പായിട്ടാണ് ഇത്തരത്തിൽ അവർ CAA ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്, നടപ്പിൽ വരുത്താനുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ നീങ്ങിയിട്ടുള്ളത്. അതിൻ്റെ വെബ്സൈറ്റ് ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കയറി രജിസ്റ്റർ ചെയ്യാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി വന്നിട്ടുണ്ട്. അതോടൊപ്പം വൈകാതെ തന്നെ CAAയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള CAA 2019 എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ കൂടെ കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കാനിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെയും ചേർത്ത് വെച്ചുകൊണ്ട് BJP ഇലക്ഷന് മുൻപേ തന്നെ അവരുടെ വാഗ്ദാനം നിറവേറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇലക്ഷന് വലിയ തോതിലുള്ള നേട്ടങ്ങൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു CAA ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്ന തോതിലുള്ള വലിയ പ്രതിഷേധങ്ങളും തീർച്ചയായിട്ടും CAAക്കെതിരായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിലൂടെ അതിൻ്റെ പിയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട്, വളരെ ലളിതമായിട്ട് നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ CAA എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ചും അതിന് NRCയിലേക്ക് കടക്കുമ്പോൾ അവിടെ എന്തെല്ലാം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിവെക്കുമെന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മനുഷ്യരെ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ജനങ്ങളെ മതത്തിനടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള വേർതിരിവുകളിലേക്ക് വിധേയമാക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണ്? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായി കണ്ടുവിട്ടാകുന്ന പ്രതീക്ഷയോടെ ബൈ.